നമ്മൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, അതായത് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പൈസ ഇടുമ്പോൾ നമുക്ക് ഇനിഷ്യലി നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. സോ അത് കാണുമ്പോൾ അവിടെയാണ് നമുക്ക് ട്രാപ്പ് തുടങ്ങുന്നത്. സോ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ സിമ്പിൾ, ഇത്രയുള്ള കാര്യം. പക്ഷെ അതല്ല സംഭവം. ട്രേഡിങ്ങിന് നമ്മൾ ബാക്കിയുള്ള ഒരു സ്കില്ലോ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ്സായിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. ലൈക്ക് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും വേറെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഡ്രോപ്പ് ഷിപ്പിങ്ങും അതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ട്രേഡിങ്ങിനെ അതിലൂടെ ഇൻക്ലൂഡ് ചെയ്ത് അതിനെ കമ്പയർ ചെയ്ത് കാണിക്കുന്നുണ്ട്. ട്രേഡിങ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും ഇത്ര കിട്ടുക അൺഡിഫൈൻഡ് ആണെന്ന് പറയും, ആൻഡ് ഡ്രോപ്പ് ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് പറയും. ബട്ട് സീ ദാറ്റ്സ് റോങ്. എൻ്റെ ഒരു ഡിഫറെൻറ്റ് തിങ് ബ്രോ. ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു മിത്ത് എന്ന് പറയുന്നത്, ഒരു പെർഫെക്റ്റ് സ്ട്രാറ്റജി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റായി, പ്രോഫിറ്റായി, പൈസ ഉണ്ടായി, അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു സ്ട്രാറ്റജി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ട്രേഡ് ചെയ്യും. ഫസ്റ്റ് ട്രേഡ് ലോസ്, സെക്കൻഡ് ട്രേഡ് ലോസ്. ഈ സ്ട്രാറ്റജി വർക്ക് ആകത്തില്ല എന്ന് വിചാരിച്ചാൽ അപ്പോഴേ മാറ്റുവാണ്, അടുത്ത സ്ട്രാറ്റജി കൊണ്ടുവരും, ഇതിനും ചെയ്യും. പക്ഷെ അതാണ് പ്രോഫിറ്റബിൾ ട്രേഡേഴ്സിനെയും അൺപ്രോഫിറ്റബിൾ ട്രേഡേഴ്സിനും തമ്മിൽ ഡിഫറെൻ്റ് ആക്കുന്നത്. പ്രോഫിറ്റബിൾ ട്രേഡേഴ്സിനും അവരുടെ സ്ട്രാറ്റജി ഒരു പക്ക സിമ്പിൾ സ്ട്രാറ്റജി ആയിരിക്കും. സിമ്പിൾ, വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ സ്ട്രാറ്റജി ആയിരിക്കും. ബട്ട് അവർ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി അതാണ് എക്സിക്യൂട്ട് ചെയ്യും, ഡിസിപ്ലിൻഡ് ആയിട്ട്. സോ അതാണ് അവരുടെ പ്രോഫിറ്റബിൾ ആക്കുന്നത്. പിന്നെ കുറേ പേര് ട്രേഡിങ്ങിലോട്ട് വരുന്നത് തന്നെ ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അവരുടെ ലംബോർഗിനി, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ട്രാവൽ ചെയ്യുന്നത്, അവരുടെ വീഡിയോസ്, അവരിങ്ങനെ പൈസ ഇങ്ങനെ വാരി എറിയുന്ന സംഭവങ്ങൾ കണ്ടിട്ട് ട്രേഡിങ്ങിൽ വരുന്ന കുറേ ആൾക്കാരുണ്ട്. സോ അങ്ങനെ ട്രേഡിങ്ങിൽ വരുന്ന ആൾക്കാർ, മിക്ക ആൾക്കാരും പൈസ കളഞ്ഞിട്ട് തിരിച്ചു പോകും. സോ ട്രേഡിങ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിലൊരു സാധനം വരും നിങ്ങൾക്ക് ട്രേഡിങ്ങിനോട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ട്രേഡിങ്, ഞാൻ പറഞ്ഞ പോലെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യും. കുറേ ലോസ് വന്ന് പക്ഷേ എല്ലാവരും പറയേണ്ട അതിയാക്കട, ട്രേഡിങ് നിർത്ത്, വേറെ എന്തെങ്കിലും കാര്യം ചെയ്യല, വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യും. പക്ഷേ ട്രേഡിങ്ങിന് ഒരു ഒബ്സഷൻ ഉണ്ട്, ഒബ്സഷൻ. സോ അത് ആ ഒരു ടൈപ്പ് ട്രേഡേഴ്സിനെ ഞാൻ പറഞ്ഞ കാര്യം പിടിയിടും. സോ ആ ഒരു സാധനം വേണം നിങ്ങൾക്ക് ട്രേഡിങ്ങിനോട്. ഇത്ര ലോസ് വന്നാലും കുഴപ്പമില്ല, എനിക്കൊരു ദിവസം വരും. സോ എനിക്ക് ട്രേഡിങ്ങിൻ്റെ മാജിക് എന്താണെന്ന് അറിയാം. വർഷങ്ങളോളം ലോസ് വന്നിട്ടും ഒറ്റ ട്രേഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റ 1 മന്ത് കൊണ്ട് ഈ പോയ പ്രോഫിറ്റ് എല്ലാം തിരിച്ചു വരാൻ പറ്റും. സോ അതാണ് ട്രേഡിങ്ങിൻ്റെ ഒരു മാജിക്. സോ ഞാനതിൽ വിശ്വസിക്കുന്നുണ്ട്. ബട്ട് മെയിൻ തിങ് എന്ന് പറയുന്നത്, ഞാനാണ് ഒരു ട്രേഡറിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ട്രേഡർ. ലൈക്ക് നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ട്രേഡിങ്ങിനെ കാണുക. ട്രേഡിങ് ഇസ് എ ബിസിനസ് ആയിട്ട് കാണുക. അതായത് ട്രേഡിങ്ങിൻ്റെ CEO, നമ്മുടെ ചാർട്ട്, നമ്മുടെ ലാപ്ടോപ്പ്, നമ്മുടെ ഡെസ്ക്ടോപ്പ്, ട്രേഡിംഗ് വ്യൂ, ഇതൊക്കെ നമ്മുടെ ബിസിനസ്സാണ്. നമ്മൾ CEO. നമ്മളൊരു ഹോട്ടൽ നടത്തുവാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുവാണ്. അപ്പോൾ ബിസിനസ്സിൽ എന്തെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് അടച്ച് പൂട്ടി അടുത്ത ബിസിനസ്സിലോട്ട് പോകുമോ? ഇല്ല. അവിടെ എന്താണ് ലോസ് വന്നത്, ആ റീസൺ നോക്കി. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റോറൻ്റാണ് നടത്തുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പെട്ടെന്നൊരു ഹ്യൂജ് ലോസ് വന്നു. അപ്പോൾ നമ്മളവിടെ നോക്കും എന്താണ് ലോസ് വന്നതിൻ്റെ കാര്യം. ആ ഷെഫിനെ വിളിക്കും, ഫുഡിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, അങ്ങനെ ഒരു കാര്യങ്ങൾ തിരക്കി അതിന് കറക്റ്റ് ചെയ്യും. അപ്പോൾ പിന്നെ പ്രോഫിറ്റ് കിട്ടും. സോ അതുപോലെ തന്നെയാണ് ട്രേഡിംഗ്. നമ്മൾ ബിസിനസ്സായിട്ട് കാണാൻ നോക്കുക. മാക്സിമം അല്ല, ബിസിനസ്സാണ് ട്രേഡിങ്, അങ്ങനെ തന്നെ കാണുക. സോ അല്ലാതെ നമ്മളൊരു ട്രേഡറാണ്, നമ്മൾ പൈസ ഉണ്ടാക്കാനാണ് വന്ന ട്രേഡർ, അതിൻ്റെ മാർക്കറ്റ് ഞാൻ പറയണ പോലെ പോകണം, അതൊന്നും നോട്ട് പോസിബിൾ ആണ് ഗൈസ്. നമ്മളൊരു CEO, ഒരു ഗൂഗിളിൻ്റെയും ആമസോണിൻ്റെ ഒക്കെ ഒരു CEO ബിഹേവ് ചെയ്യുന്ന പോലെ പക്ക ക്ലിയർ ഡിസിഷൻസ് എടുക്കുക. നമ്മൾ ഇമോഷൻസ് അവിടെ കാര്യമില്ല. നമ്മുടെ കമ്പനിയുടെ CEO ആണ് നമ്മൾ. നമുക്ക് മുകളിൽ ഒരു ഓണറുണ്ട്. നമ്മൾ CEO ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തോന്നുന്ന പോലെ കാര്യങ്ങൾ എടുക്കും. CEO ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി മാനേജ് ചെയ്യുന്ന എല്ലാം നോക്കുന്ന ഒരാളാണ്. സോ അതുപോലെ നമ്മൾ ആക്ട് ചെയ്യുക ട്രേഡിങ്ങിൽ. നമ്മളുടെ മുകളിലൊരു ബോസ് ഉണ്ടെന്ന്, ബോസ് ഇല്ല ട്രേഡിങ്ങിൽ. സോ അതാണ് ട്രേഡിങ്ങിൻ്റെ ഒരു ഹൈലൈറ്റ്. പക്ഷേ ബോസ് ഉള്ളത് പോലെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിങ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മുടെ നാട് ഇന്ത്യ അങ്ങനെയാണ്. അതുകൊണ്ടുപോയി പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താണ് സോഴ്സ്, അതിനെ ബാൻ ചെയ്യുക, സൊല്യൂഷനായി. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ കൺസെപ്റ്റ്. ഇതാണ്. ഇപ്പോൾ തന്നെ റീസെൻ്റായിട്ട് ടെലിഗ്രാം ബാൻ ചെയ്ത്. സോ അതുപോലെ ഒരുപാട് ട്രേഡിംഗ് ബ്രോക്കേഴ്സ്, ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ ബാൻ ചെയ്യുന്നുണ്ട്. ക്രിപ്റ്റോ ആയാലും പേ ഔട്ട് ആയാലും ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ടാക്സും കാര്യങ്ങളും
അതായത് ട്രേഡേഴ്സിനെ അവരുടെ ലെവലിൽ അച്ചീവ് ചെയ്യാൻ സമ്മതിക്കരുത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് സിസ്റ്റം വർക്കിന്. സോ അങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് കുറേ ഇഷ്യൂസ് ഉണ്ട്. എന്ത് ചെയ്യും, എവിടെ നിന്ന് തുടങ്ങണം. സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഓക്കെ, അതുകൊണ്ട് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഫോറക്സും ഗോൾഡൊക്കെയാണ്. സോ അങ്ങനെ ഫോറക്സിലൂടെ ട്രേഡ് ചെയ്യാൻ എന്ത് ചെയ്യും എന്ന് ഡൗട്ടുള്ളവർക്ക് ഒരു മെയിൻ സംഭവമാണ് ഫണ്ടഡ് ഫണ്ട്സ്. അതായത് ഫണ്ടഡ് ഫണ്ട്സ് നമുക്കറിയാം, പറഞ്ഞു തരണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, ഓൾറെഡി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അത് നമ്മളൊരു ചലഞ്ച് ഫേസ് ഉണ്ടാവും. പൈസ കൊടുക്കുക, നമ്മൾ ചെറിയൊരു എമൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് അത് പെർഫോമൻസ് അനുസരിച്ച് എമൗണ്ട് മാറും. ഇപ്പം കുറച്ച് ചെറിയൊരു പൈസ, അതായത് 3000, 5000 സംതിങ് രൂപ കൊടുക്കുമ്പോൾ നമുക്കൊരു അക്കൗണ്ട് വരും. ഡെമോ അക്കൗണ്ടാണ്, സ്റ്റിമുലേറ്റഡ് അക്കൗണ്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ അവർ കുറേ സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഇത്ര പ്രോഫിറ്റ്, ഇത്ര ടാർഗറ്റ്, ഡെയിലി ഇത്ര ലോസ് വരാവും, അങ്ങനെ കുറച്ച് റൂൾസ് ആണ്. സോ അതൊക്കെ നമ്മൾ ബ്രേക്ക് ആവാതെ മെറ്റ് ചെയ്ത് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും. സോ ആ ക്യാപിറ്റൽ എന്ന് പറയുന്നതും ഒറിജിനൽ മണിയല്ല, സ്റ്റിമുലേറ്റഡ് മണിയാണ്. സോ ഫണ്ടഡ് അക്കൗണ്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിമുലേറ്റഡ് മണി ആയാൽ പോലും നമ്മളതിൽ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് സ്പ്ലിറ്റ് നമുക്ക് പേ ഔട്ട് എടുക്കാൻ പറ്റും. സോ അത് കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ ലീഗലാണ്. സോ അതൊരു ഫ്രീലാൻസ് ഇൻകം പോലെയാണ് നമുക്ക് ഇന്ത്യയിൽ വരുന്നത്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രോക്കേഴ്സ്. സോ ബ്രോക്കേഴ്സ് ഒരുപാടുണ്ടായിരുന്നു. മുമ്പ് ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് എക്സ്നസിലാണ്. സോ എക്സ്നസിൽ ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓക്കെ ആയിരുന്നു. ബട്ട് ഇടയ്ക്ക് വെച്ച് എന്തോ ഇഷ്യൂസ് വന്ന് എൻ്റെ അക്കൗണ്ട് ഡിസേബിൾ ആയി. എനിക്ക് എക്സ്നസിൻ്റെ അക്കൗണ്ടിലൊന്നും ഞാൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഞാൻ അങ്ങനെ പുതിയ ബ്രോക്കർ തപ്പിപ്പോയി. ഇന്ത്യയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ബ്രോക്കർ തപ്പിപ്പോയപ്പോൾ എനിക്ക് കിട്ടിയൊരു ബ്രോക്കറാണ് വാൻറ്റേജ് എഫക്ട്സ് എന്ന് പറയുന്നത്, വാൻറ്റേജ് ട്രേഡ്സ്. സോ വാൻറ്റേജ് ട്രേഡ്സിനെ പറ്റി ഞാൻ അന്വേഷിച്ചു, റിസർച്ച് ചെയ്ത് കുറേ. പക്ഷേ സൂപ്പർ. ഞാൻ ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്ന ബ്രോക്കർ വാൻറ്റേജ് ആണ്. സോ വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫെറാറിയുടെ ഒഫീഷ്യൽ പാർട്ട്ണറും കൂടെയാണ് ഫോർമുല 1. സോ വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ ട്രേഡേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആണ്. UPI കാര്യങ്ങളും പേയ്മെൻറ്റും ക്രിപ്റ്റോ എല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പേ ഔട്ട്. നിങ്ങൾ 2026 ട്രേഡ് ചെയ്ത് ഇപ്പോഴും പ്രോഫിറ്റബിൾ അല്ല എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന സ്ട്രാറ്റജി മാറ്റണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. മേ ബി നിങ്ങൾ ചെയ്യുന്ന സ്ട്രാറ്റജി റോങ് ആയിരിക്കാം, ഒരു മാർക്കറ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്ട്രാറ്റജി ആയിരിക്കാം. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. ഒരു സ്ട്രാറ്റജി പഠിക്കുക, ആ സ്ട്രാറ്റജി ഡെയിലി എക്സിക്യൂട്ട് ചെയ്യുക. ലോസ് വരട്ടെ, പ്രോഫിറ്റ് വരട്ടെ, ഡസൻ കെയർ. അതെല്ലാം നമുക്ക് മെയിനായിട്ട് കാര്യം. നമ്മളെ കുറച്ച് റൂൾസ് ഉണ്ടാക്കുക. നമ്മളൊരു പേപ്പർ ഡയറി എടുക്കുക. നമ്മളെ റൂൾസ് എന്താണെന്ന് അത് എഴുതുക. അതായത് എൻ്റെ ടൈം ഫ്രെയിം ഏതാണ്, ഞാൻ ഏത് സെഷനിലാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ട്. എത്രയുണ്ട് റിസ്ക് റിവാർഡ്, ഇതെല്ലാം എഴുതുക. നമ്മളിപ്പോൾ ആ ഒരു റൂൾസ് എല്ലാം മെറ്റ് ചെയ്താൽ മാത്രമേ നമ്മളെ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നോ ട്രേഡ് എടുക്കണ്ട. വേറെ നെറ്റ്ഫ്ലിക്സോ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ആ റൂൾസ് മെറ്റ് ചെയ്യുന്നവരെ. ഞാൻ ചെയ്യുന്ന കാര്യം അതാണ്. എൻ്റെ റൂൾസും കാര്യങ്ങളും മാർക്കറ്റിൽ മെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കില്ല. ഞാൻ സിനിമയോ നെറ്റ്ഫ്ലിക്സൊക്കെ കണ്ട് ഞാൻ അത് എത്തുന്നവർ വെയിറ്റ് എത്തിയില്ലെങ്കിൽ ഞാൻ അടുത്ത സെറ്റപ്പ് നോക്കും. സോ അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജി പഠിക്കുക, ആ സ്ട്രാറ്റജി ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. പിന്നെ മെയിൻ ട്രേഡേഴ്സ് മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 24 hours മാർക്കറ്റിൽ ഇങ്ങനെ ചാർട്ട് നോക്കി ഇങ്ങനെ ഇരിക്കും. ഒരു കാര്യമില്ല. പിന്നെ മാർക്കറ്റിൽ നമുക്ക് ഇങ്ങനെ 24 hours ഇങ്ങനെ മാർക്കറ്റ് നോക്കി വരണതൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ചെയ്യാൻ. സോ പഠിക്കാതെ ഒരു അക്കാഡമിക്സും ഒരു ബേസിക്കായിട്ട് ഒന്നും ചെയ്യാതെ ട്രേഡിൽ തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും. സോ അത് ഒരു ബാഡ് തിങ് ആണ്. നമ്മൾ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മാർക്കറ്റിൽ വരും, വീക്കിലി ടൈം ഫ്രെയിം എടുക്കും, മാർക്ക് ചെയ്യും, കീ ലെവൽസും ലിക്വിഡിറ്റി ലെവൽസും മാർക്ക് ചെയ്യും, ഡയറക്ഷൻ മാർക്ക് ചെയ്യും. ഡേ ടൈം ഫ്രെയിമിൽ വരും, ഡേ ടൈം ഫ്രെയിമിലുള്ള ലിക്വിഡിറ്റി ലെവൽസും പ്രീവിയസ് ഡേ ഹൈ പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്യും. പിന്നെ റീസെൻ്റായിട്ട് ഉള്ള ലിക്വിഡിറ്റി ലെവൽസ് മാർക്ക് ചെയ്യും. പിന്നെ 4 hour മാർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. 4 hour ഒരു ക്യാൻഡലിനെ ഒരു ലെവൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് ശേഷമുള്ള ടൈം ഫ്രെയിമിലോട്ട് പോകുള്ളൂ. 15 minutesലോട്ട് പോകും. 15 minutesലോട്ട് പോയിട്ട് വാച്ച് ചെയ്യും. 15 minutes ലിക്വിഡിറ്റി ഡിമാൻഡ്, സപ്ലൈ ഡിമാൻഡ് സോൺ ഒക്കെ മാർക്ക് ചെയ്യും. അതിന് ശേഷം മാത്രമേ ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡിലോട്ട് എൻ്റർ ആവുള്ളൂ. പിന്നെ ട്രേഡിൽ എൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യും, ട്രേഡ് എടുക്കും, ഞാൻ എല്ലാം ക്ലോസ് ചെയ്യും. പിന്നെ ഞാനെപ്പറ്റി ചിന്തിക്കാറില്ല. സെറ്റ് ആൻഡ് ഫോർഗെറ്റ്. സെറ്റ് ചെയ്യുക, മറക്കുക.
പിന്നെ കുറച്ച് കഴിയുമ്പം ട്രേഡ് മറ്റേ MT5-ലോ അല്ലെങ്കിൽ ബ്രോക്കറിലോ നോട്ടിഫിക്കേഷൻ വരും, യുവർ സ്റ്റോപ്പ് ലോസ് ഈസ് ബീൻ ഹിറ്റ്, യുവർ ടാർഗറ്റ് ഈസ് ബീൻ ഹിറ്റ്, ഒരു മെസ്സേജ് വരും. ഓക്കെ, വാട്ട് എവർ സ്റ്റോപ്പ് ലോസ് ആയാലും എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. സോ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത്ര ആവുക, ഇത്ര ഡോളർ ആക്കുക, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഉണ്ടാക്കുക എന്നല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോങ് റണ്ണിൽ എൻ്റെ റൂൾസ് ബ്രേക്ക് ചെയ്യാതെ അതിൽ ഫോളോ ചെയ്ത് ഇങ്ങനെ പോവുക. പൈസ ഓട്ടോമാറ്റിക്കലി നിൻ്റെ അക്കൗണ്ടിൽ കുറയും നിൽക്കും. സോ ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം ലോസ് വന്നാലും നിൻ്റെ അക്കൗണ്ട് ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കും, മെയിൻറ്റെയിനായി ഒരു ലെവലിൽ. പിന്നെ ഇമോഷണൽ കൺട്രോൾ, അതിപ്പോൾ എനിക്കായാലും ഈ ട്രേഡിങ്ങിൽ ഏത് വീഡിയോസ് കണ്ടാലും ഇപ്പോൾ ആര് പറഞ്ഞാലും ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുന്ന സാധനം നിനക്ക് ഉണ്ടാക്കി തരാൻ പറ്റൂല. സോ അത് ഡെവലപ്പ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും നിനക്ക് കാണുന്ന ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ ഇമോഷണൽ കൺട്രോൾ ഡെവലപ്പ് ചെയ്യാൻ. സോ ഇമോഷണൽ കൺട്രോൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക. ജിമ്മിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുക, ഡെയിലി വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ എൻട്രിങ് പൊസിഷനിൽ എൻ്റർ ആവുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ആ ഒരു എക്സസൈസ് ചെയ്യുക. സോ നമുക്ക് മൈൻഡ് ക്ലിയർ ആകും, ആ ഇമോഷൻ ഫറ്റീക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ആകാൻ പറ്റും. പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഡോപ്പമൈൻ കിട്ടാൻ വേണ്ടി ട്രേഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് ചുമ്മാ ട്രേഡിങ് എടുക്കുന്നു, ചാർട്ട് നമ്മൾ അങ്ങനെ ഇതൊക്കെ വരയ്ക്കുന്നു, സ്ക്രീൻ റെക്കോർഡും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുന്നു, അത് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു, ഒരു മോട്ടിവേഷണൽ കോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നു, ഇത് ചെയ്ത് നോക്കൂ, ഇത് നിങ്ങൾ പ്രോഫിറ്റബിൾ ആണ്, അതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞുതരും. അവരുടെ ഡോപ്പമൈനാണ്. അവർ വെറുതെ ട്രേഡ് ചെയ്യുന്നത്. അവർ കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് ട്രേഡിങ്ങിൻ്റെ, ആക്ച്വലി നോട്ട് ട്രേഡേഴ്സ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവർ എന്തെങ്കിലും സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും, അവരുടെ പ്രൊഡക്ട്സോ കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ ചുമ്മാ ട്രേഡിങ് ചാർട്ടൊക്കെ എടുത്ത് വീഡിയോസൊക്കെ ഇട്ട് ചുമ്മാ. റിയൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനിഷൻ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. ഒരാൾ സംസാരിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് ഒരു ട്രേഡർ ആണോ ഫേക്കാണോ റിയലാണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2027 ആവുന്നതിന് മുന്നേ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. അതായത് ഒരു സ്ട്രാറ്റജി എടുക്കുക, ആ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടെന്നേ പറയുന്നില്ല, ബാക്ക് ടെസ്റ്റ് ചെയ്യുക, ആ സ്ട്രാറ്റജി വർക്ക് ഓൺ ചെയ്യുക. ആ സ്ട്രാറ്റജിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റൂൾസ് ഉണ്ടാക്കുക. അതായത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ടൈം ഫ്രെയിം ഏതാണ്, സെഷൻ ഏതാണ്, നിങ്ങളുടെ റിസ്ക് റിവാർഡ് എത്രയാണ് എല്ലാ ട്രേഡിലും. സോ അങ്ങനെയുള്ള കുറച്ച് റൂൾസ് നിങ്ങളോട് ഉണ്ടാക്കുക. ഓക്കെ, സോ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ഞാൻ എൻ്റെ ഒരു PDF, ഞാൻ എൻ്റെ ട്രേഡിങ് ജേർണൽ, എൻ്റെ ട്രേഡിങ് റൂൾസ്, ട്രേഡിങ് സ്ട്രാറ്റജി മൊത്തത്തിലുള്ളൊരു സംഭവം ഞാൻ സ്ട്രക്ചർ ചെയ്തിട്ട് ഞാനൊരു PDF ഫയൽ ഇട്ടിട്ടുണ്ട്. പൈസ തരണ്ട, ഫ്രീ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ID കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ട്രേഡിങ് ജേർണൽ നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ റൂൾസ് ഫോളോ ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് സൈക്കോളജി ടിപ്സും കാര്യങ്ങളുള്ളൊരു PDF. സോ അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അത്രേ ഉള്ളൂ. ഡിസിപ്ലിൻ, ഇമോഷണൽ കൺട്രോൾ, കൺസിസ്റ്റൻസി, ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. അത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവും. കോംപ്ലിക്കേറ്റഡ് ആക്കുക. നിങ്ങൾ കൂടുതൽ കൂടുതൽ അറിവ് കിട്ടും തോറും ക്ലോസ്ഡ് ആവുന്ന ഒരു കാര്യമാണ് ട്രേഡിങ്. അത് കൂടുതൽ അറിയും തോറും നിങ്ങൾ മൈൻഡ് അത്രയ്ക്കും ഫോഗ് അടിക്ക് ഇങ്ങനെ ഈ അവസ്ഥയാവും. നിങ്ങൾ ഇതാണോ, അപ്പം അതാണ് ശരി, കൺഫ്യൂസ്ഡ് ആവും നിങ്ങൾ. സോ ഒരു സ്ട്രാറ്റജി നിങ്ങളിപ്പം സ്ട്രഗിൾ ആണ്, നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റാണ്, നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. നിങ്ങൾ ബൈ കൊടുക്കുന്ന സെല്ല് വരും, നിങ്ങൾ സെല്ല് കൊടുക്കുമ്പോൾ മുകളിലോട്ട് പോകും. ഓരോ നിങ്ങളുടെ സപ്ലൈ ഡിമാൻഡ് വരയ്ക്കും, അത് മെറ്റീരിയൽ താഴെ പകുതി വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് പോകും. കുറേ കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കുകയാണെന്നെങ്കിൽ നിങ്ങൾ ഒരാഴ്ച ട്രേഡിങ് ചാർട്ട് അത് ഓപ്പൺ ആക്കല്ലേ. ഒരു രീതിയിലും ട്രേഡിങ്ങിൻ്റെ കണ്ടന്റ് ആയാലും ട്രേഡിങ്ങിൻ്റെ MT5 ഒരു സാധനങ്ങൾ ട്രേഡിങ്ങായിട്ട് ചാർട്ട് ഒരു സാധനങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യല് കാണല്. ഒരാഴ്ച നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആവുക, മൈൻഡ് റിഫ്രഷ് ചെയ്യുക, ജിമ്മിൽ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാം, വേറെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫാമിലി ടൈം, അല്ലെങ്കിൽ ട്രിപ്പ് പോകുന്നവർക്ക് ട്രിപ്പ് പോകാം, അല്ലെങ്കിൽ വേറെ എന്തുകൊണ്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, ട്രേഡിങ്ങിൽ ഹാനികരമാണ്. പിന്നെ കഞ്ചാവ്, ലഹരി, പിന്നെ ഡ്രഗ്സ്, അതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആകും. നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സെൽഫ് കൺട്രോൾ,
അത് സാധനം റിഫ്ലക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലാണ്. നിങ്ങൾ ജോയിൻ്റൊക്കെ അടിച്ച് അല്ലെങ്കിൽ എന്താണ് കള്ളൊക്കെ കുടിച്ച് MDMA അതുപോലെ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മാർക്കറ്റ് കയറി ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പൈസ പോകും. ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഹ്യൂജ് എമൗണ്ട് പ്രോഫിറ്റ് കിട്ടും. സെറ്റ് എന്ന് പറഞ്ഞ് ഉള്ള പൈസ എല്ലാം കൂടെ വാരിയിടും, ട്രേഡ് ചെയ്യും, ഇതാ കിടക്കണം. സോ അങ്ങനെ പൈസ പോയി ഡിപ്രസ്ഡ് ആയിട്ട് ഇപ്പം മെൻ്റൽ ഹോസ്പിറ്റലിലും അല്ലാതെ എന്താണ് ബുദ്ധിയൊക്കെ പോയിട്ടുള്ള കുറച്ച് ആൾക്കാരെ എനിക്കറിയാം പേഴ്സണലി. സോ അതുകൊണ്ട് പറയാം, അവർ ട്രേഡ് ചെയ്യുന്നില്ല. ഞാൻ എന്താണ് അവർ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്തിട്ട് ട്രേഡിങ് ചെയ്യാമെന്ന് പറഞ്ഞ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ അതായത് കുറേ നാളൊന്നും പോകില്ല, കുറച്ച് നാൾ ട്രേഡിങ് തുടങ്ങും, അപ്പോഴേ തന്നെ അവർ മൈൻഡ് ഔട്ടായി ഫ്ലിപ്പാവും, സീനാവും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡ്രഗ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ മെയിനായിട്ടുള്ള സംഭവമുണ്ട് പോൺ. സ്റ്റോപ്പ് ചെയ്തോ. നിങ്ങൾ ആ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ഇപ്പോഴും ട്രേഡിങ്ങിലൊന്നുമില്ല, ഒരു കാര്യത്തിലും നിങ്ങൾ എവിടെ എത്താൻ പോകുന്നില്ല. പോൺ വീഡിയോസ്, മാസ്റ്റർബേഷൻ. സോ അത് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ ടൈം എടുത്താലും നിങ്ങൾ ലൈഫിൽ നിങ്ങൾ പെട്ടെന്ന് എന്ത് കാര്യത്തിലാണെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ശരി, ഞാൻ ട്രേഡിങ്ങിന് വേണ്ടി മേടിക്കുന്ന വീഡിയോ ആണെങ്കിലും ഫോൺ നിർത്തിക്കോ, അത് വേണ്ട. ആ ഡേഞ്ചറാണ് മൊത്തത്തിൽ. നിങ്ങൾ ലൈഫ് നശിപ്പിക്കാൻ പോകണം. ട്രേഡിങ് മാത്രമല്ല, ലൈഫ് മൊത്തത്തിൽ. സോ അത് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, ലൈഫിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സോ ഞാൻ സൈക്കോളജിസ്റ്റ് അല്ല, എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഒന്നും എടുക്കണില്ല. സോ ഞാൻ പറഞ്ഞെന്നുള്ളൂ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. ഓക്കെ, നമ്മളാണെങ്കിലാണ് സ്വാഭാവികമാണ് ഇതൊക്കെ, ബട്ട് വേണ്ട, നിർത്തണം. അതൊരു പ്രായത്തിൻ്റെ ഇതാണ്, അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. സോ അതിനെല്ലാം ഒരു സൊല്യൂഷനാണ് ജിമ്മിൽ പോകുന്നുള്ളത്, വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം നമുക്ക് തന്നെ നമ്മളെ ഷർട്ടൊന്നും ഇല്ലാതെ കണ്ണാടിയിൽ നമ്മളെ ബോഡിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നുന്നത് വേണ്ട ഒന്നും വേണ്ട എന്ന് നമുക്ക് തോന്നും. സോ അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങളൊരു ഹാബിറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ആയിരിക്കും മൊത്തത്തിൽ ലൈഫിൽ, ട്രേഡിങ്ങിലും എല്ലാത്തിലും. സോ വേറൊന്നുമില്ല, ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ. കുറേ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ട്രേഡിങ് ചെയ്യുന്നതിൽ പിടിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് തോന്നി, പറഞ്ഞു. വലിയ എഫക്ട്സും കാര്യങ്ങളും എഡിറ്റിംഗ് കട്ടും കാര്യങ്ങളൊന്നും കാണൂല വീഡിയോയിൽ. ജസ്റ്റ് ഞാൻ റോ ആയിട്ട് എടുത്താണ്, വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല. സോ പെട്ടെന്ന് എടുക്കണമെന്ന് തോന്നിയ വീഡിയോ. കാരണം ഒരുപാട് ഞാൻ ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ട്രേഡേഴ്സ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവർ ട്രാപ്പിൽ പെടുന്നുണ്ട്. അവർ ട്രാപ്പല്ല, സത്യം പറഞ്ഞാൽ ലൂപ്പാണ്. അവർ ട്രേഡിങ്ങിൻ്റെ ലൂപ്പിൽ സ്റ്റാർട്ടിങ്ങിൽ പെട്ട് കഴിഞ്ഞാൽ അവർ തിരിച്ചറിയും, പക്ഷേ അവരതിനെ റിയലൈസ് ചെയ്യില്ല. അത് ശരിയാണെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്നെങ്കിലും എവിടെ എത്തും എന്ന് പറഞ്ഞാൽ ആ ലൂപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തൂല, ആ ലൂപ്പിൽ നിന്ന് പുറത്ത് വരണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റും. സോ ഗൈസ്, ഇപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി കുറച്ച് കാര്യങ്ങളോട് പറയണ്ടു. സോ അതിനെ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ പറയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. സോ അതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. സോ ഇതിപ്പോൾ ലെങ്തി ആയി തോന്നുന്നു എനിക്ക് വീഡിയോ കണ്ണു, ബട്ട് ഓക്കെ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് കാണാതിരിക്കാം, വാട്ടെവർ. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ സ്ക്രിപ്റ്റിംഗ് ഒക്കെ എടുത്ത് പക്ക ഡീറ്റെയിൽ ആയിട്ട് ഹുക്കും കാര്യങ്ങളും കണ്ടന്റ് ഐഡിയാസും ഒന്നും വെച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. സോ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തതാണ്. സോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.